ദനഹ 4-ാം ഞായർ, യോഹന്നാൻ 4:1-26 വരെയുള്ള വാക്യങ്ങൾ. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കർത്താവും ശിഷ്യന്മാരും യാത്രാമധ്യേ കണ്ടെത്തിയ ഇടവേളയും ഇടവുമാണ് വലിയൊരു വെളിപ്പെടുത്തലിന് സാഹചര്യമൊരുക്കിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നുപോകുന്ന ഇടങ്ങൾക്കും നിമിഷങ്ങൾക്കും ഒത്തിരി പ്രാധാന്യമുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടിയാണിത്. യാക്കോബിൻ്റെ കിണറ്റുകരയാണ് ഇടം. ആ കിണറിന് ഒരു ദീർഘകാല ചരിത്രമുണ്ട്. യാക്കോബ് തൻ്റെ ഇളയ മകൻ യോസഫിന് കൊടുത്ത വയലിൻ്റെ അടുത്താണ് ഈ കിണർ. നല്ലൊരു ജലസ്രോതസ്സായിരുന്നു അത്. ഒരിക്കലും പറ്റാത്ത ഒരു കിണർ, ആഴമുള്ള ഒരു കിണർ. സമരിയാക്കാർക്കും അവരുടെ വളർത്തുമൃഗങ്ങൾക്കും ജീവജലത്തിൻ്റെ സ്രോതസ്സായിരുന്നു യാക്കോബിൻ്റെ കിണർ. യാക്കോബിൻ്റെ കിണർ ഒരു പാരമ്പര്യത്തിൻ്റെ ഉറവിടവുമായിരുന്നു. ആ കിണറും അത് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അബ്രാഹത്തിൽ തുടങ്ങി ഇസഹാക്ക് വഴി യാക്കോബിലെത്തിയ ഒരു വെളിപാടിൻ്റെ സ്രോതസ്സായിരുന്നു. ക്രമേണ ഒരു പ്രതീകമായി തീർന്നു ഈ കിണറും. ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ചെറിയൊരു പട്ടണത്തെ സജീവമാക്കിയ സ്രോതസ്സും ഇടവുമായിരുന്നു ആ കിണറും അതിൻ്റെ പരിസരവും. വീട്ടുകാർക്കും വളർത്തുമൃഗങ്ങൾക്കും വേണ്ട ആവശ്യമായ വെള്ളം കോരാൻ അവിടെ എത്തിയവർക്ക് പരസ്പരം കണ്ടുമുട്ടുവാൻ, വാർത്താവിശേഷങ്ങൾ കൈമാറുവാൻ ഒക്കെയുള്ള ഇടവും ഇടവേളയും അവർക്ക് അവിടെ ലഭിച്ചു. സദ്വാർത്ത എന്ന ചിന്തയെ കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ഈ പശ്ചാത്തലത്തെ ഉപയോഗിക്കുകയാണ്. നിറകുടവുമായി സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവർ സദ്വാർത്ത കൂടെ നേടിക്കൊണ്ടായിരിക്കാൻ തിരിച്ചു പോകുന്നത്. അവിടെ അതിന് അവരെല്ലാം സമയമെടുത്തു. പഴയ ഓർമ്മകൾ അവർ പുതുക്കി. നന്ദിപൂർവ്വം അവർ യാക്കോബിനെയും യോസഫിനെയും അനുസ്മരിച്ചു. അവരുടെ വിശ്വാസത്തിനു കൂടി അവർ ഓർമ്മയിലൂടെ പോഷണം നൽകി. ആഴമുള്ള കിണർ പോലെയാണ് നമ്മുടെ ഓർമ്മയുടെ ഉറവിടവും. നമ്മുടെ ഓർമ്മകൾ ഉറവെടുക്കുന്ന ഇടമാണ് ആന്തരികതയുടെ ആഴങ്ങളും. അകലങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ഉറവകളാണ് കിണറ്റിൽ എത്തിച്ചേരുന്നത്. ആ പ്രദേശം മുഴുവൻ കാത്തു സൂക്ഷിച്ചിരുന്ന സജീവമായ അനുഭവങ്ങളെ ഉറവകളായി ചിത്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രദേശത്തിൻ്റെ മുഴുവൻ കണ്ണീരിനോടും ഹൃദയവികാരങ്ങളോടും ഈ ഉറവിചാലുകളെ ഞാൻ താരതമ്യപ്പെടുത്തും. നട്ടുച്ചയ്ക്ക് വിശപ്പും ദാഹവുമായി ക്ഷീണം തീർക്കാനായി ആ കിണറ്റിൻകരയിൽ ചെന്ന് ഈശോ അവിടെ ഇരിക്കുന്നു. അതും നട്ടുച്ചയ്ക്ക് അധികം പേർ എത്താത്ത ഇടം. സ്ത്രീകൾ അപൂർവമായി മാത്രമേ ആ സമയത്ത് അവിടെ എത്തുമായിരുന്നുള്ളൂ. എന്നാൽ ആ സ്ത്രീ ആ സമയത്ത് അവിടെ എത്തി. ആഴമായ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടയ്ക്ക് അവൾ തൻ്റെ ഉള്ളിലെ ആഴങ്ങളിലേക്ക് എത്തി നോക്കി. മധ്യാഹ്നത്തിന് ഒരു പ്രതീകാത്മകതയുണ്ട്. മധ്യസ്ഥായി ആയി നിൽക്കുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ മധ്യാഹ്നമാണ്. എല്ലാ അനുഭവങ്ങളും, ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും ശിരസിന് മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം. ഈശോയും സമരിയാക്കാരിയും മധ്യവയസ്കരാണ്. ഇരുവരുടെയും ജീവിതാനുഭവങ്ങളും ഉച്ചസ്ഥായി ആയിരുന്ന ജീവിത മധ്യാഹ്നമായി ഭാവനയിൽ കാണുന്നതിൽ അതിശയോക്തിയില്ലെന്ന് ഞാൻ കരുതുകയാണ്. ഈ അനുഭവങ്ങൾ വിശപ്പും ദാഹവും പോലെയാണ്. കർത്താവ് ഈശോയാണ് അത് ആദ്യമായി പ്രകടിപ്പിച്ചത്. എനിക്കിത് കുടിക്കാൻ തരിക, ഈശോ അവളോട് അപേക്ഷിച്ചു. വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതിലും അത് കൊടുക്കുന്നതിലും മതമുണ്ടോ? മതം തടസ്സമാകുമോ? അതാണ് ഉള്ളിൽ അല്പം ഭീതി വെച്ചുകൊണ്ട് അവൾ ചോദിച്ചത്. നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അകലത്തേക്കാൾ വലുതായിരുന്നു മതവിഭാഗങ്ങൾ തമ്മിലുള്ള അകലം. യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. അവൾ ഏതാണ്ട് പാരമ്പര്യമായി തീർന്ന സാഹചര്യത്തെ വിശദീകരിച്ചു. ഉറഞ്ഞുകൂടിയ വിദ്വേഷവും അകൽച്ചയും ഏതാണ്ട് അനുവദനീയമായ പാരമ്പര്യമായി തീരുന്നതിൻ്റെ ഉദാഹരണം. വിശ്വാസം ഇൻക്ലൂസീവ് ആകുന്നതിന് പകരം എക്സ്ക്ലൂസീവായി തീരുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം. സംഭാഷണം വിശ്വാസത്തിൻ്റെ വഴിയെ നീങ്ങാൻ തുടങ്ങി. വിശ്വാസം ദൈവികമായ ഒരു ദാനമാണ്. ദൈവം അത് ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്ന മഴ പോലെ വിശ്വസിക്കുന്നവരുടെ മേൽ വർഷിക്കുന്നു. എന്നാൽ അത് ചോദിച്ചു വാങ്ങാവുന്നതുമാണ്. ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ദൈവദാനമായ വിശ്വാസം ജീവജലം പോലെയാണ്. ജീവജലം എന്നത് ഒഴുകുന്ന ജലമാണ്. ഉറവുകൾ നിരന്തരം എത്തിക്കുന്ന ജലമാണത്. കെട്ടിക്കിടക്കുന്ന പഴകിപ്പോയ ജലമല്ല അത്.
അതുപോലെയാണ് വിശ്വാസവും. അതും ചലനാത്മകമായിരിക്കണം, അത് പുതുമയുള്ളതായിരിക്കണം, കെട്ടിക്കിടക്കുന്നതായിരിക്കരുത് വിശ്വാസം. അത് പുറപ്പെടുന്നത് ദൈവത്തിൽ നിന്നാണ്. അതിനാലാണ് അതിനെ ദാനമെന്ന് വിളിക്കുന്നത്. ദൈവത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് എന്ന അറിവാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇവിടെ ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ്. കർത്താവ് സമരിയാക്കാരിയിൽ അന്വേഷിക്കുന്നതിനുള്ള പ്രേരണ ഉണർത്തുന്നു. അവൾ അവിടുത്തോട് ചോദിക്കുകയാണ്, ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അതായത് ഞങ്ങളുടെ കിണർ പോലെ, യാക്കോബ് സമ്മാനിച്ച ഈ കിണർ പോലെ നിങ്ങൾക്ക് മറ്റൊരു കിണറുണ്ടോ? ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ അവിടുത്തോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ഇതിനേക്കാൾ ആഴമുണ്ടോ നിൻ്റെ കിണറിന് എന്ന വ്യംഗ്യാർത്ഥവുമുണ്ട് ചോദ്യത്തിൽ. കർത്താവീശോ ഇവിടെ കിണർ ഒരു പ്രതീകമാക്കുകയാണ്. ഞാൻ നൽകുന്ന ജലം അവനിൽ അല്ലെങ്കിൽ അവളിൽ, അത് കുടിക്കുന്നവരിൽ ജീവൻ്റെ അരുവിയാകും. ഞാൻ നൽകുന്ന ജലം അവനിൽ നിന്നും നിർഗളിക്കുന്ന അരുവിയാകും. കിണറൊരു സംഭരണി മാത്രമാണ്. നിരന്തരം അതിൽ നിന്നും വെള്ളം കോരുന്നത് കൊണ്ടാണ് കിണറ്റിലെ വെള്ളം ജീവജലമാകുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് ഉറവകൾ ഒഴുകിയെത്തുന്നത്. ദൈവം നൽകുന്ന ജീവജലം എന്നത് കെട്ടിക്കിടക്കുന്നതല്ല, അത് ഉറവുചാലിനേക്കാൾ ശക്തമാണ്. അതൊരു അരുവിയാണ്. അതിൻ്റെ പ്രഭവസ്ഥാനം നിന്നിൽ തന്നെയായിരിക്കും. നിന്നിലെ ദാഹം തീർക്കാനായി ഒരു അരുവിയായിത്തീരുന്ന നിന്നിലെ ജീവസ്രോതസ്സായിരിക്കും അത്. ആ അരുവി നിന്നിൽ നിന്നും ദൈവത്തിലേക്ക് നിന്നെ നയിക്കുന്നതും വഹിക്കുന്നതുമായ അരുവിയാണ്. ഒരു ജലപാത പോലെ അത് നിനക്ക് ഉപകരിക്കും. ഒരു പുഴ പോലെ അത് ഒഴുകുന്നു. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന അരുവിയാകുമെന്ന്. സമരിയാക്കാരിയിൽ വിശ്വാസത്തിൻ്റെ കൊച്ചുറവ ഒരു അരുവിയായിത്തീരുകയായിരുന്നു. ഇനിമേലത് ആഴമുള്ള ഒരു കിണറല്ല. അങ്ങനെയുള്ള വെള്ളം കോരിയെടുക്കുന്നതിൻ്റെ അധ്വാനവും ആവശ്യമില്ല. ആവർത്തിച്ച് ഓരോ ദിവസവും അങ്ങോട്ട് ചെല്ലുകയും വേണ്ട. ആ ഉറവ് ചാൽ ഒരിക്കലും പറ്റുകയില്ല. അതിനവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക. മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. ഇവിടെ വിശ്വാസത്തിലേക്ക് അവളെ നീങ്ങുകയായിരുന്നു. വിശ്വാസത്തിലേക്കുള്ള ഹൃദയത്തിൻ്റെ ഒഴുക്കാണ് പ്രാർത്ഥന. അതാണ് അവൾ അവിടുത്തോട് അപേക്ഷിക്കുന്നത്. അവളുടെ ദാഹം തന്നെ അവളിൽ ചിന്താവിഷയമായി. വെള്ളം പല വീട്ടാവശ്യങ്ങൾക്കും എന്നതിനും അപ്പുറം അവൾക്ക് എല്ലാവിധത്തിലും എപ്പോഴും ആവശ്യമായ ദാഹശമനിയായിട്ടാണ് അവൾ ജലത്തെ കണ്ടു തുടങ്ങിയത്. ജലത്തിൻ്റെ അർത്ഥം അതിലേക്ക് മാത്രം വെട്ടിച്ചുരുക്കി. അത് അവളുടെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലായി. തന്നിലെ ആഴങ്ങളെ അവൾ അറിഞ്ഞു തുടങ്ങി. ഒരിക്കലും സംതൃപ്തമാകാത്ത ആഴങ്ങൾ, ഓരോ ദിവസവും വീണ്ടും വീണ്ടും തേടേണ്ട സംതൃപ്തി, എന്നാൽ ഒരിക്കലും സംതൃപ്തമാകാത്ത അഭിലാഷങ്ങൾ, മാറി മാറി തേടേണ്ട ഉറവിടങ്ങൾ. അതെല്ലാം അവിടുന്ന് അറിഞ്ഞതായി അവൾക്ക് അവിടുന്ന് വ്യക്തമാക്കി കൊടുത്തു. അത് വ്യക്തമാക്കിക്കൊണ്ട് അവിടുന്ന് അവൾക്കൊരു നിർദ്ദേശം നൽകുകയാണ്, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. എന്താണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് തോന്നിക്കുന്ന ഈ നിർദ്ദേശം ഈ നിമിഷം അവിടുന്ന് അവൾക്ക് നൽകുന്നത്? അതുവരെ പറഞ്ഞതുമായി എന്ത് ബന്ധമാണ് കർത്താവ് ഇവിടെ അവൾക്ക് നൽകുന്ന ഈ നിർദ്ദേശത്തിനുള്ളത്? അവളുടെ മറുപടി നമുക്ക് അതിശയകരമാണ്. എന്നാൽ കർത്താവിന് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഭർത്താവില്ല എന്ന് ആയിരുന്നു അവളുടെ മറുപടി. അവളുടെ ഉത്തരത്തിലെ ശരി അവിടുന്ന് അംഗീകരിക്കുകയാണ്. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. ആ ഉത്തരത്തെ അവിടുന്ന് ശരിവയ്ക്കുന്നതിന് കാരണം അവിടുന്ന് അവളുടെ ഉള്ള് അറിഞ്ഞതുകൊണ്ടാണ്. ആ ഉള്ള് അവളുടെ ഇതുവരെയുള്ള ജീവിതമാണ്. അതിൽ അവളുടെ ഭൂതകാലമുണ്ട്. ഭൂതകാലമെന്ന് പറയുമ്പോൾ അതിന് വ്യക്തത കുറവുണ്ട്. ഇന്നുവരെ അവളെ എത്തിച്ച അവളുടെ ജീവിതത്തിൻ്റെ വഴിയെന്ന് അതിനെ വിശേഷിപ്പിക്കണം. ഇന്നിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ വഴി. ഇത് ഭൂതകാലത്തിലല്ല. ജീവിതം തന്നെ ഒരു വഴിയാത്രയാണ്. ഒരു പുഴയുടെ ദിശ തേടിയുള്ള ദിശ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒഴുക്ക് പോലെയാണ് നമ്മുടെ ജീവിതം. ആ ദിശ നിശ്ചയിക്കുന്നത് കടൽ പോലെ അപാരതയും പൂർത്തീകരണവും നിശ്ചയിക്കുന്ന ദൈവമാണ്. കടൽ ലക്ഷ്യമാക്കിയാണല്ലോ പുഴ ഒഴുകുന്നത്. ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ നൽകാവുന്ന പൂർത്തീകരണമല്ല അത്. അതിനാലാണ് ആ സമരിയാക്കാരിക്ക് ആറാമത്തെ പുരുഷനും ഭർത്താവ് ആകാത്തത്. ഭർത്താവ്, ഭാര്യ എന്നിങ്ങനെയുള്ള ആശ്രയത്വത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും ആശയങ്ങൾക്കപ്പുറമാണ്
ഹൃദയം തേടുന്ന ജീവിതത്തിൻ്റെ ദാഹം ശമനിയാകുന്ന ഇടം അത് ദൈവം തന്നെയാണ്. അവളിലെ ഇരുളടഞ്ഞ ഉള്ളറകളിലേക്ക് വിശ്വാസത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും പ്രകാശകിരണങ്ങൾ എത്തിച്ചേർന്നു തുടങ്ങി. അവൾ ഈശോയിൽ ഒരു പ്രവാചകനെ ദർശിച്ചു. അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവൾ ഏറ്റുപറഞ്ഞു. എന്നാൽ അവൾ പരമ്പരാഗതമായ വിശ്വാസത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അതൊരു വിഷയം മാറ്റലായിരുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാസ്ഥലം ജെറൂസലമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. കർത്താവ് ഈശോ പാരമ്പര്യത്തിൽ കുടുങ്ങിയ വിശ്വാസത്തിൻ്റെ ഉപരിപ്ലവതയെക്കുറിച്ച് അവളെ ബോധ്യമാക്കുവാൻ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്ന വാക്കുകൾ അവളോട് അരുളി ചെയ്തു. സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിൽ പിതാവിനെ ആരാധിക്കുന്ന സമയം വരികയാണ്. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. അങ്ങനെ കർത്താവ് വിശ്വാസത്തെയും ആരാധനയെയും ഒരു പ്രത്യേക സ്ഥലവും സമയവുമായി ബന്ധിപ്പിക്കാതെ അതിനെ ഈ നിമിഷത്തിൻ്റെ വെളിപ്പെടുത്തലും അനുഭവവുമായി വെളിവാക്കുന്നു. അതായത് സ്ഥലകാല ജീവിതം എന്നതിൻ്റെ അർത്ഥം ഈ നിമിഷത്തിൻ്റെ സ്പന്ദനങ്ങളിൽ അവൾക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് ദൈവത്തെ ഉള്ളിൽ അനുഭവിക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഉറവയും പിന്നെ അരുവിയുമായി തീരുന്ന ദൈവത്തിലേക്ക് ഒഴുകുന്ന ആന്തരികതയുടെ അനുഭവമാണ്. അങ്ങനെ അവർ ഈശോയും കാനാൻകാരിയും ആത്മീയതയുടെ അനുഭവത്തിലേക്കും വെളിപ്പെടുത്തലിലേക്കും എത്തി. അവളോട് ഈശോ പറഞ്ഞു, ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമാണ് അവിടുത്തെ ആരാധിക്കേണ്ടത്. ആ നിമിഷത്തെ അറിഞ്ഞുകൊണ്ട് അവൾ ഏറ്റുപറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അങ്ങനെ വിശ്വാസം ഭാവിയുടെ വെളിപ്പെടുത്തൽ കൂടിയായി അവൾ മനസ്സിലാക്കി തുടങ്ങി. ഇവിടെ അവിടുന്ന് അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അങ്ങനെ അവളുടെ മുമ്പിൽ വചനം മാംസം ധരിച്ചു. അങ്ങനെ അവൾക്ക് വചനം ദൃശ്യമായി ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യക്ഷപ്പെടുന്ന വെളിപ്പെടുത്തലായിത്തീർന്നു. ഇന്നത്തെ സുവിശേഷത്തിന് ശേഷമുള്ള 28-ാം വാക്യം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആ കഥാവിഷ്കരണത്തെ പൂർത്തിയാക്കാം. അവൾ ആ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക്, താൻ ജനിച്ചു വളർന്ന ഇടത്തേക്ക് തിരിച്ചുപോയി. ഒരു കുടത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അവളുടെ ജീവിതാഭിലാഷങ്ങളും ഇപ്പോൾ അവളിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞ ആഴമായ അനുഭവങ്ങളും. അതിനാൽ അവൾ ആ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനിമേൽ അവളുടെ ജീവിതം ഒരു അരുവി പോലെ, ഒരു പുഴ പോലെ ദൈവത്തിലേക്ക് ഒഴുകണം. നമ്മളും നമ്മുടെ ഇടുങ്ങിയ വിശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആ കുടം പോലെ ഉപേക്ഷിക്കേണ്ട സമയമായി. ആ ഇടവും നിമിഷവും കർത്താവാണ്. ഈ തിരിച്ചറിവാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ഏവർക്കും സമാഗതമാകുന്ന ഈ പ്രഭാതത്തിൻ്റെ ഞായറിൻ്റെ അനുഭവങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ CST.